ഇനി ഒരാഴ്ചയ്ക്കപ്പുറത്ത് നമ്മുടെ പ്രതിഷ്ഠ നമ്മൾ പൂർത്തിയാക്കുകയും തിരുനാള് ആഘോഷിക്കുകയും ചെയ്യും. സെയിന്റ് ഫൗസ്റ്റീന, നമുക്കറിയാം ദൈവകരുണയുടെ വലിയ വിശുദ്ധിയാണ് ഫൗസ്റ്റീന. ഫൗസ്റ്റീനയുടെ കമ്മ്യൂണിറ്റിയിൽ നിരന്തരം ഈ മെമറാറെ പ്രാർത്ഥന, നമ്മൾ ഈ പറഞ്ഞ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. യൗസേപ്പ് പിതാവ് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ പ്രയർ മെത്തേഡ് ഉണ്ട്. ഫൗസ്റ്റീന പാലിച്ചിരുന്ന ഒരു പ്രയർ മെത്തേഡ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ചൊല്ലുക, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക, ഗ്ലോറി ബി ടു ദ ഫാദർ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചൊല്ലുക, എന്നിട്ട് ഈ മെമറാറെ പ്രാർത്ഥനയും ചൊല്ലുക. ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയപ്പോൾ മുതൽ അനുഭവിച്ച ഒരു പ്രത്യേക സംരക്ഷണം ഉണ്ടെന്നാണ്. ആ സംരക്ഷണം അനുഭവിക്കാൻ നമുക്കും ഇടവരട്ടെ. നമ്മുടെ കണ്ണിനെ, നമ്മുടെ ചെവിയെ, നമ്മുടെ അധരത്തെ, നമ്മുടെ ചിന്തയെ ഒക്കെ പ്രത്യേകിച്ച് യൗസേപ്പ് പിതാവിന് ഈ ദിവസങ്ങളിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധി പാലിക്കാൻ യൗസേപ്പ് പിതാവ് നമ്മളെ ഒരുക്കും. നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഒരു സിസ്റ്റർ ഉണ്ടാകും. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വളമിട്ട് നൽകി, വെള്ളമൊഴിച്ചു നൽകിയ ഒരു സിസ്റ്റർ. നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മളെ ഒരുക്കിയ, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച്, ഇതിന് നമ്മുടെ വീട്ടിൽ മരണം ഉണ്ടാകുമ്പോൾ ചാരത്തു വന്നിരുന്ന് പ്രാർത്ഥിച്ച് നമ്മളെ ആശ്വസിപ്പിച്ച കന്യാസ്ത്രീ അമ്മമാരുണ്ട്. സ്നേഹത്തിന്റെ കരുണയുടെ മാലാഖമാരെ ഓർത്ത് ഇന്ന് യൗസേപ്പ് പിതാവിന് പ്രത്യേകം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 26ാമത്തെ ദിവസം. ഇനി ഒരാഴ്ചയ്ക്കപ്പുറത്ത് നമ്മുടെ പ്രതിഷ്ഠ നമ്മൾ പൂർത്തിയാക്കുകയും തിരുനാള് ആഘോഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൂടുതൽ താല്പര്യത്തോടും ഒരുക്കത്തോടും കൂടെ ഇനി വരുന്ന ഒരാഴ്ചയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യൗസേപ്പ് കന്യകകളുടെ കാവൽക്കാരൻ, ഗാർഡിയൻ ഓഫ് വെർജിൻസ്, കന്യാവ്രതക്കാരുടെ അല്ലെങ്കിൽ കന്യകകളുടെ കാവൽക്കാരനായ യൗസേപ്പിനെ നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. യൗസേപ്പ് പിതാവിന് ഒരു പ്രത്യേക സ്നേഹമുണ്ട് കോൺസെക്രേറ്റഡ് ലൈഫിലേക്ക് പ്രവേശിച്ചവരോട്. തങ്ങളെ തന്നെ പൂർണ്ണമായും ശരീരവും മനസ്സും ആത്മാവും കർത്തൃ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചവരോട്, വെർജിൻസിനോട്, അത് പുരുഷന്മാരും സ്ത്രീകളും. നമ്മൾ കന്യാവ്രതം ബ്രഹ്മചര്യം എന്ന് മലയാളത്തിൽ മാറ്റി പറയുമെങ്കിലും വെർജിൻ എന്ന് മനസ്സിലാക്കുമ്പോൾ യൗസേപ്പും വെർജിൻ ആണ്, കന്യാവ്രതക്കാരനാണ്, പൂർണ്ണമായിട്ടും സമർപ്പിക്കപ്പെട്ടതാണ്. ആ രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ യൗസേപ്പിന് കോൺസെക്രേറ്റഡ് ലൈഫ്, കർത്താവിനായി പൂർണ്ണമായും സമർപ്പിച്ച് ജീവിക്കുന്നവരോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കും, അയ്യോടാ, അപ്പൊ ഞങ്ങളോടൊന്നും സ്നേഹമില്ലേ? അങ്ങനെയല്ല. യൗസേപ്പ് പിതാവ് ജോസഫ് ലവ്സ് എവരിവൺ, എല്ലാവരോടും സ്നേഹമുണ്ട്. പിന്നെന്താ, ജോസഫിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർക്ക്. അപ്പൊ എന്നെ കേൾക്കുന്ന വൈദികരും സന്യസ്തരും ഇതും കൂടെ മനസ്സിലാക്കണം. ജോസഫിന്റെ ഹൃദയത്തിൽ നമുക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം ജോസഫ് തന്നെയും ഒരു വെർജിനായിരുന്നു. തന്റെ ശരീരത്തെ, തന്റെ മനസ്സിനെ, ആത്മാവിനെ പൂർണ്ണമായും ഈശോയ്ക്ക് കൊടുത്ത ഒരാൾ. ഒപ്പം യൗസേപ്പ് ജീവിച്ചത് ദ ഗ്രേറ്റസ്റ്റ് വെർജിൻസിന്റെ കൂടെയാണ്, ഈശോയുടെ കൂടെയും മറിയത്തിന്റെ കൂടെയും. അപ്പോ ഒരു പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബം, അതിന്റെ കാവൽക്കാരനായ യൗസേപ്പ് ഇന്നും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായി വർത്തിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ കന്യാവ്രതം അത് ഏറ്റെടുത്ത് ചെയ്യുന്നവര്, അത് കൂടാതെ ഹൃദയത്തിൽ ആ പ്യൂരിറ്റി, ആ വിശുദ്ധി സൂക്ഷിക്കുന്നവര്, നമ്മളൊക്കെ യൗസേപ്പ് പിതാവിനോട് ശക്തിയേറിയ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ എത്രയും ദയുള്ള മാതാവെ പ്രാർത്ഥന പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ്യം തേടി ചെല്ലത്തില്ലേ? മെമറാറെ എന്നാണ് പറയുന്നത്. മെമറാറെ എന്ന് പറഞ്ഞാൽ ഓർമ്മ എന്നേ അർത്ഥമുള്ളൂ, റിമൈൻഡർ. അപ്പോൾ ഈ എത്രയും ദയുള്ള മാതാവെ പരിശുദ്ധി അമ്മയെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ, അതുപോലെ ഒരു മെമറാറെ സെയിന്റ് ജോസഫിനും ഉണ്ട്. യൗസേപ്പ് പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഭാഗ്യപ്പെട്ട മാറി യൗസേപ്പെ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ചാനലിലൂടെ നമ്മൾ ആദ്യമേ തന്നെ പബ്ലിഷ് ചെയ്തായിരുന്നു. പല കുടുംബങ്ങളിലും അത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മുടങ്ങിപ്പോയവര് റീസ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഇതുവരെ കേട്ടില്ലാത്തവര് ചൊല്ലി തുടങ്ങിയെന്ന് പറഞ്ഞു. നല്ല കാര്യം. പക്ഷെ അതൊരു ദൈർഘ്യമുള്ള പ്രാർത്ഥനയാണ്. ഈ മെമറാറെ വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. എത്രയും ദയുള്ള മാതാവെ പ്രാർത്ഥനയോടെ, എത്രയും ദയുള്ള മാതാവെ അങ്ങേ സന്നിധിയിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ്യം അപേക്ഷിച്ചവരിൽ ഉപേക്ഷിച്ചായി കേട്ടിട്ടില്ല. അതേ പാറ്റേൺ
യൗസേപ്പ് പിതാവിനോട് നമ്മൾ അതേ കാര്യം പറയാണ്. അങ്ങയുടെ പക്കൽ അഭയം തേടുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല. അതിൽ ശരണപ്പെട്ട് ഞാൻ അങ്ങയോട് യാചിക്കുന്നു. ആ ചെറിയ പ്രാർത്ഥന അത് ഇംഗ്ലീഷിലും മലയാളത്തിലും മിക്കവാറും ഈ വീഡിയോയോടൊപ്പം അല്ലെങ്കിൽ ഇതിനല്പം ശേഷം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കേട്ട് പ്രാർത്ഥിക്കണം. അത് സ്ഥിരം അത് കേൾക്കണം. കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഒരു സുഹൃദേവം പോലെ അതായിക്കോളും. വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. എനിക്കും ആ പ്രാർത്ഥന ഇന്നാണ് ഞാൻ ആ പ്രാർത്ഥന കണ്ടെത്തുന്നത്. എനിക്കും അതേറെ ഇഷ്ടപ്പെട്ടു. ഞാനും അത് ഇനി മുതൽ ചൊല്ലാൻ തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികൾ വിദേശത്തൊക്കെ വളരുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് പ്രെയർ അവർക്ക് അയച്ചു കൊടുക്കണം. അവർക്ക് ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ. അവർ ആ പ്രാർത്ഥന ചൊല്ലട്ടെ. നമുക്കത് മലയാളത്തിലും ചൊല്ലി ശീലിക്കാം. ഇനി ആർക്കെങ്കിലും ഒക്കെ അത് ചാനലിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ നമ്പറിലേക്ക്, നമ്മുടെ ടീം വർക്ക് ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. 9847 ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ ആ പ്രാർത്ഥന നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് അത് അവർ അയച്ചു തരുന്നതായിരിക്കും. സെയിന്റ് ഫൗസ്റ്റീന നമുക്കറിയാം, ദൈവകരുണയുടെ വലിയ വിശുദ്ധിയാണ് ഫൗസ്റ്റീനയുടെ കമ്മ്യൂണിറ്റിയിൽ നിരന്തരം ഈ മെമറാറെ പ്രാർത്ഥന, നമ്മൾ ഈ പറഞ്ഞ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അപ്പോ ഈ യൗസേപ്പ് പിതാവിനോട് വലിയ ഭക്തിയുള്ള ആളായിരുന്നു സെയിന്റ് ഫൗസ്റ്റീന. അപ്പൊ യൗസേപ്പ് പിതാവ് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ പ്രയർ മെത്തേഡ് ഉണ്ട്. ഫൗസ്റ്റീന പാലിച്ചിരുന്ന ഒരു പ്രയർ മെത്തേഡ്. അതിങ്ങനെയാണ്: യൗസേപ്പിനുള്ള ഭക്തിയിൽ വളരാൻ, ഈശോയിലേക്ക്, ത്രിത്വത്തിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ, പ്രത്യേകിച്ച് കന്യാവ്രതക്കാരെ, കുടുംബജീവിതക്കാരെ ഒക്കെ അനുഗ്രഹിക്കുന്ന ഒരു കൊച്ചു പ്രാർത്ഥന യൗസേപ്പ് പിതാവ് ഫൗസ്റ്റീനയ്ക്ക് പറഞ്ഞു കൊടുത്തു. ആ പ്രാർത്ഥന മെത്തേഡ് ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ചൊല്ലുക, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക, ഗ്ലോറി ബി ടു ദ ഫാദർ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചൊല്ലുക, എന്നിട്ട് ഈ മെമറാറെ പ്രാർത്ഥനയും ചൊല്ലുക. നമുക്കൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ പിതാവായ ദൈവത്തിന്റെ പരിപാലനത്തെ ഏറ്റുപറയും, മഹത്വത്തെ ഏറ്റുപറയും. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യത്തെ ഏറ്റുപറയും. ത്രിസ്തുതി ചൊല്ലി നമ്മൾ നമ്മളെ തന്നെ ത്രിത്വത്തിന് പൂർണ്ണമായും സമർപ്പിക്കും. അതിനോട് ചേർന്ന് യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥ്യവും തേടി പ്രാർത്ഥിക്കും. ഈ കാലത്ത് അതൊരു പ്രത്യേക പ്രൊട്ടക്ഷനാണ്. ഫൗസ്റ്റീന അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്: ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയപ്പോൾ മുതൽ അനുഭവിച്ച ഒരു പ്രത്യേക സംരക്ഷണം ഉണ്ടെന്നാണ്. ആ സംരക്ഷണം അനുഭവിക്കാൻ നമുക്കും ഇടവരട്ടെ. യൗസേപ്പ് പിതാവ് കന്യാവ്രതക്കാരുടെ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ എന്ന് യൗസേപ്പ് പിതാവിനോട് ഈ കാലത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങളിൽ നിന്ന് സംരക്ഷണം യാചിക്കണം. അതൊരു പ്രത്യേക രീതിയിലാണ്. അതായത് നമ്മൾ യൗസേപ്പ് പിതാവിനോട് പറഞ്ഞു: യൗസേപ്പ് പിതാവേ, എന്റെ മുമ്പിലേക്ക് പ്രലോഭനം വന്നാൽ ഞാൻ ചിലപ്പോൾ വീണു പോകും. അതുകൊണ്ട് പ്രലോഭനം പോലും ഉണ്ടാകാതെ നീ എനിക്ക് കാവലായിട്ട് നിൽക്കണമേ. പ്രലോഭനങ്ങളിൽ വീണു പോകാൻ മാത്രം ബലഹീനനായി എനിക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകാതെ നീ കാക്കണമേ എന്ന് യൗസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കണം. ഒപ്പം നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കണ്ണിനെ, നമ്മുടെ ചെവിയെ, നമ്മുടെ അധരത്തെ, നമ്മുടെ ചിന്തയെ ഒക്കെ പ്രത്യേകിച്ച് യൗസേപ്പ് പിതാവിന് ഈ ദിവസങ്ങളിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കണം. വിശുദ്ധി പാലിക്കാൻ യൗസേപ്പ് പിതാവ് നമ്മളെ ഒരുക്കും. ആവിലായിലെ അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്: പല വിധത്തിലുള്ള ഈ ലോകമൊരുക്കിയ അപകടങ്ങളിൽ നിന്ന് കാത്തതും നിത്യരക്ഷ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന, ഇറ്റേണൽ സാൽവേഷൻ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തങ്ങളെ കാത്തതും യൗസേപ്പ് പിതാവാണെന്ന് വലിയ വിശുദ്ധിയായ ആവിലായിൽ അമ്മ ത്രേസ്യ പറയുന്നതാണ്. ലോകമൊരുക്കുന്ന അപകടങ്ങളിൽ നിന്നും, നിത്യരക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന അപകടത്തിൽ നിന്നും ഞങ്ങളെ കാത്തത് യൗസേപ്പ് പിതാവാണ് എന്ന്. നമ്മൾ ഇന്ന് നമ്മൾ ഈ പ്രതിഷ്ഠയുടെ 26ാമത്തെ ദിവസം എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ഹോംവർക്ക് തരട്ടെ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ യൗസേപ്പിനെ ഓർക്കുമ്പോൾ, കന്യകകളുടെ കാവൽക്കാരനെ ഓർക്കുമ്പോൾ നിങ്ങൾ ഇന്ന് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ച് യൗസേപ്പ് പിതാവിന് സമർപ്പിക്കേണ്ട ഒരു വിഭാഗം നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സിനെ, നമ്മുടെ സമർപ്പിത സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. സിസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ശരിക്കും എന്തൊരു ശുശ്രൂഷയാണ് സിസ്റ്റേഴ്സ് സഭയ്ക്ക് നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഒരു സിസ്റ്റർ ഉണ്ടാകും. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വളമിട്ട് നൽകി, വെള്ളമൊഴിച്ചു നൽകിയ ഒരു സിസ്റ്റർ. നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മളെ ഒരുക്കിയ, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച്, ഞങ്ങളെപ്പോലുള്ളവർക്ക് തിരുപ്പട്ടത്തിലേക്കുള്ള, പൗരോഹിത്യത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങളുടെ ദൈവവിളി കണ്ടെത്താൻ ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഒരുക്കിയ സിസ്റ്റേഴ്സ് ഉണ്ട്. എന്തിന്? നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടാകുമ്പോൾ ചാരത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ച്
നമ്മളെ ആശ്വസിപ്പിച്ച കന്യാസ്ത്രീ അമ്മമാരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നവർ. ഞാൻ പണ്ടൊരിക്കൽ ഷാലോം TV പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സ് ചെയ്ത് നന്മ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? നമ്മുടെ സിസ്റ്റേഴ്സ് ഈ കാലത്ത് നമ്മുടെ കൺമുമ്പിൽ ചെയ്ത് നന്മ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? ആതുര സേവന രംഗത്ത്, ഒപ്പം ഈ കരുണയുടെ ശുശ്രൂഷയുടെ രംഗത്ത്, അപ്പനാരെന്ന് അമ്മയാരെന്നറിയാത്ത കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് സ്നേഹമൂട്ടിയ അവരുടെ വലിയ കാരുണ്യത്തിന്റെ മുഖം, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചവര്, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ, ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ കേരളത്തിന്റെ പല ഭാഗത്ത്, ഇന്ത്യയുടെ പല ഭാഗത്ത് പരിപാലിക്കുന്നവര്, തങ്ങളെ കൊണ്ടാകുന്നത് പോലെ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവര്, സ്നേഹത്തിന്റെ കരുണയുടെ മാലാഖമാരെ ഓർത്ത് ഇന്ന് യൗസേപ്പ് പിതാവിന് പ്രത്യേകം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. നിങ്ങൾക്കറിയാവുന്ന ഒരു സിസ്റ്ററിനോട് 1-2 പേരുണ്ട് മിനിമം ഇന്ന് വിളിച്ച് പറയണം, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പിന്നെയും നിങ്ങളൊരു സ്നേഹവും ഒരു റെക്കഗ്നിഷനും ഒക്കെ തരാറുണ്ട്. ചിലപ്പോഴൊക്കെ സിസ്റ്റേഴ്സിന് ശരിക്കും ഞങ്ങളെക്കാൾ വിശുദ്ധിയോടെ ജീവിക്കുന്നവർ സിസ്റ്റേഴ്സ് തന്നെയല്ലേ. അവരുടെ വലിയ സമർപ്പണം, ത്യാഗമാണ് സഭയുടെ ബലം. അതുകൊണ്ട് അവരോട് പറയണം, സിസ്റ്റേഴ്സ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ പ്രതിഷ്ഠയുടെ 26ാം ദിവസം സിസ്റ്ററിന് വേണ്ടി, നിങ്ങളുടെ സമൂഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ യൗസേപ്പ് പിതാവിനോട് സഭയ്ക്ക് ഇനിയും വിശുദ്ധരായ നല്ല കന്യാവ്രതക്കാരെ, സമർപ്പിതരെ ഒരുക്കി നൽകണേ എന്ന് യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലുത്തീനിയ പാടി പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നവര് ലുത്തീനിയ മുടക്കരുത്, പാടി പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് സമർപ്പണത്തിന്റെ പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ചൊല്ലാം. അതിനുമുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, മെമൊറാറെ പ്രാർത്ഥന ഈ എത്രയന്തിയുള്ള മാതാവിയുടെ മോഡലിലുള്ള പ്രയർ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉടൻ തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, വൈകുന്നു, നിങ്ങൾക്ക് തപ്പിയെടുത്തിട്ട് കിട്ടുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫീഡ് മൈ ഷീപ്പ് നമ്പറിലേക്ക്, നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രതിഷ്ഠാ ജപം ചൊല്ലി കാഴ്ചവെക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.